ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. സുഖമില്ലായിരുന്നു ഫസ്റ്റ്, രണ്ടാമത് സമയക്കുറവൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി നാളും കൂടെയാണ് എൻ്റെ മോൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നത്. കാരണം എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നു. 4 മാസം 5 മാസം അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എങ്ങും ബസ് കയറാൻ വയ്യ, ഒത്തിരി ട്രാവൽ ചെയ്യാൻ വയ്യ. പിന്നെ ഇവിടെ ഇതില്ല, ലിഫ്റ്റ് ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അമ്മ ഞാൻ കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ മോൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നത്. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയതൊക്കെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മമ്മി കപ്പലണ്ടി ഇരിപ്പുണ്ട്, നമ്മുടെ നിലക്കടല ഡേറ്റ്സും ഒക്കെ ഉണ്ട്, മമ്മി എനിക്കൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി വെക്കണേന്ന് പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നത്. ഇപ്പം നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ വെച്ച് നമുക്കൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി തൊലി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് വറുത്ത് ചൂടാക്കിയിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് എടുത്തതാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഡേറ്റ്സ് ആണ്. അത് ഞാനിവിടെ, ഇത് സീഡ്ലെസ് ആണ്. അതിവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഈ കപ്പലണ്ടി ഒന്ന് നിലക്കടല ഒന്ന് മിക്സിക്കകത്തിട്ട് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് നൈസ് പൗഡർ ആകരുത്, ചുമ്മാ 1-2 ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഉരുണ്ട വേണമെങ്കിൽ ഉരുണ്ടയായിട്ട് എടുക്കാം. നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവല്, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറ്. നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ ബോക്സ് വരത്തില്ലേ, ആ ബോക്സിനകത്തോട്ട് വെച്ച് അമക്കി വെച്ചിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് കെട്ടിയായി കഴിയുമ്പോൾ നമ്മളതെടുത്ത് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാനാണെങ്കിൽ ഈസി മെത്തേഡിനിപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മോൻ്റെ അടുത്തായ കാരണം പിന്നെ ആൺപിള്ളേർ താമസിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായ പാത്രത്തിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉരുണ്ടയും പിടിക്കാം, ഇച്ചിരി ഓവൽ ഷേപ്പുമായിട്ട് എടുക്കാം. നമുക്കത് ഓവൽ ഷേപ്പായിട്ട് എടുത്തുകൊണ്ട് വരാം. നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാമേ. ഞാനിപ്പോൾ ഇച്ചിരി കുറച്ച് ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പ് മാതിരി, ചെറിയ ഓവൽ ഷേപ്പ് മാതിരി നമുക്കത് ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി റൗണ്ട് ഉരുണ്ട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഉണ്ടാക്കി എടുക്കാം. പക്ഷേ അതൊക്കെ നമുക്ക് ഇച്ചിരി ടൈം എടുക്കും സ്ക്വയറായിട്ട് എടുക്കാനൊക്കെ. അതുകൊണ്ട് ഇതുപോലെ ഉരുണ്ടയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവൽ ഷേപ്പ് എടുത്തിട്ടുണ്ട്, റൗണ്ട് എടുത്തിട്ടുണ്ട്, സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റി വയ്ക്കാം. ഞാൻ 2 ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്തോട്ടിട്ട് ഇതിനകത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. നല്ലതായിട്ട് മെൽറ്റ് ആകണം. തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ബോയിലാകുമ്പോൾ നമുക്കിത് മെൽറ്റായിക്കോളും. ഇതാ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇതിനകത്തോട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പാത്രത്തിനകത്ത് വെള്ളം കയറരുത്, വെള്ളം കയറാതെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഈ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലായിരുന്നു, അത് കാരണം ഡാർക്ക് ചോക്ലേറ്റ് ഇടുകയാണെങ്കിൽ അതൊന്നും കൂടെ നല്ലതാണ്.
സ്ഥലപരിമിതിയും പാത്രപരിമിതിയും എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്കെല്ലാം ഒന്നും കൂടെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ബാച്ചിലേഴ്സ് പിള്ളേരാകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. എനിക്ക് ഇളക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിടിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് എനിക്ക് അത്ര വശം വരുന്നില്ല അതിനകത്തോട്ട് ഇട്ടിട്ട്. അതും കൊണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇത് നല്ലതായിട്ട് മെൽറ്റാവണം. നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. മെൽറ്റായതിന് ശേഷം മതി. നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഈ ചെറിയ പാക്കറ്റ് ബട്ടർ വരുമല്ലോ, അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മെൽറ്റായി എടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തത്, ആ വീഡിയോ ഒന്ന് എനിക്ക് ഇതായിപ്പോയേ, എടുക്കാൻ ശരിയായില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ മെൽറ്റായ ചോക്ലേറ്റിനകത്തോട്ട് നമ്മുടെ ഓരോ ഉരുണ്ടകളും നമ്മളിങ്ങനെ എടുത്ത് നമുക്ക് ഡിപ്പ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട്, ഇതിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് വെക്കുകയാണ്. എന്നിട്ട് എല്ലാം നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ശകല എള്ളും കൂടെ, വെളുത്ത എള്ളും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ തൂക്കി കൊടുത്താലും മതി എള്ള്. നമുക്ക് അടിപൊളി ചോക്ലേറ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കടയിലൊന്നും പോകണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് അല്ലേ. പിന്നെ നമുക്ക് ഡേറ്റ്സും പീനട്ടും കൂടെ ഉള്ളതല്ലേ, ഇത് കപ്പലണ്ടി അതും കൂടെ ഉള്ളതല്ലേ. അന്നേരം നമുക്ക് അതിൻ്റേതായ ടേസ്റ്റും കാണും. എക്സ്ട്രാ നമ്മളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കണ്ടോ? എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്താൽ മതി. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഞാൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കണം, അപ്പോൾ പെട്ടെന്നാകുവേ. നമുക്കിത് ഫ്രീസറിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് അല്ലേ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മുടെ നിലക്കടലയും പിന്നെ ഡേറ്റ്സും ഈന്തപ്പഴവും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ചോക്ലേറ്റ് കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ആരോഗ്യത്തിനൊന്നും പ്രശ്നം വരുത്തുമൊന്നുമില്ല. മധുരമാണെന്ന് ഓർത്ത് പേടിക്കാൻ വേണ്ട. നാച്ചുറൽ സ്വീറ്റേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ. Super.